ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയിൽ സർക്കാരിന് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. ആവശ്യമായ ഭൂമി എത്രയെന്ന് കൃത്യമായി കണക്കാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. അഹമ്മദ് മുസ്തഫ വിവരവുമായി ചെയ്തു. മുസ്തഫ, ഈ ഭൂമി ഏറ്റെടുക്കൽ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയതാണ്. പ്രധാനമായും ചെറുവള്ളി എസ്റ്റേറ്റാണ് ഏറ്റെടുക്കുന്ന ഭൂമിയിലെ 90%. ഇവിടെ ആരാണ് ഹർജിക്കാർ? എന്തായിരുന്നു അവരുടെ ആവശ്യം? ജിംസ് സൂചിപ്പിച്ചതുപോലെ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നേരത്തെ തന്നെ സർക്കാരും അയാന ട്രസ്റ്റും തമ്മിൽ പാല സബ് കോടതിയിൽ ചില കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ചെറുവള്ളി എസ്റ്റേറ്റും അതോടൊപ്പം തന്നെ അതിന്റെ മാനേജിംഗ് ട്രസ്റ്റിയുമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഏറ്റവും ബെയർ മിനിമം വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ എത്ര ഭൂമിയാണ് വേണ്ടത് ഈ വിമാനത്താവള പദ്ധതിക്ക്, ശബരിമല വിമാനത്താവള പദ്ധതിക്ക് എത്ര ഭൂമിയാണ് ഏറ്റവും ചുരുങ്ങിയത് വേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയോ സർക്കാരിനില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കാൻ 2022 ഡിസംബർ 30 സർക്കാർ ഇറക്കിയ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കുകയാണ്. നേരത്തെ ചെറുവള്ളി എസ്റ്റേറ്റിന്റേത് ഉൾപ്പെടെ 2570 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനായിരുന്നു സർക്കാരിന്റെ ഈ വിജ്ഞാപനം ഉണ്ടായിരുന്നത്. പക്ഷേ കൃത്യമായി തന്നെ എത്ര ഭൂമി വേണം എന്നത് സംബന്ധിച്ച് കൃത്യമായ പദ്ധതിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി എത്രയാണ് എന്ന് വിലയിരുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന് നിരീക്ഷിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നടപടി. എന്തായാലും പുതിയ സാമൂഹികാഘാത പഠനം നടത്തണം. ഒപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ ഭൂമി എത്രയാണെന്ന് തിട്ടപ്പെടുത്തണം. ഒരു വിദഗ്ധ സമിതിയുടെ പുനഃപരിശോധന വേണം. എത്രയാണ് ഇതിന് ഭൂമി വേണ്ടത്? പുതിയ പഠനത്തിന് ശേഷം ആ വിദഗ്ധ സമിതി നൽകുന്ന റിപ്പോർട്ട് പരിശോധിച്ച് ശേഷം സർക്കാർ ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ട് പോകണം എന്നതുൾപ്പെടെയാണ്. മാത്രമല്ല, വിമാനത്താവളം പോലെയുള്ള വലിയ പദ്ധതികളുടെ പഠനങ്ങൾക്ക് രൂപീകരിക്കുന്ന ഒരു ടീമിൽ ഇത്തരം വിഷയങ്ങളിൽ അറിവുള്ള സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ ചില സെക്ഷനുകൾ, ചില വകുപ്പുകൾ ലംഘിച്ചു എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങളും കോടതിയുടെ ഭാഗത്തുണ്ട്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഈ വിമാനത്താവള ശബരിമല ഗ്രീൻഫീൽഡ് എയർപോർട്ട് പദ്ധതിയുമായി അതിന്റെ പ്രാരംഭഘട്ട നടപടി എന്നുള്ള നിലയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇറക്കിയ വിജ്ഞാപനം തന്നെ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. അത് സംബന്ധിച്ച് സർക്കാരിന് ഇനി ആദ്യം മുതൽ ഒരു പഠനം നടത്തി സാമൂഹികാഘാത പഠനം നടത്തണം. എത്രയാണ് ഭൂമി എന്നത് വേണ്ടി ഒരു പുതിയ ഏറ്റവും വിദഗ്ധരായ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ സമിതി രൂപീകരിച്ച് ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ.